വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ തലവനാവാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ സർക്കാരിനോട് സമ്മതിച്ചത് പാർട്ടിയെ അറിയിക്കാതെ. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിളിച്ചപ്പോൾ നേതൃത്വത്തെ അറിയിക്കും മുൻപ് തരൂർ സമ്മതം മൂളിയതായി പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സർക്കാർ വിളിച്ച കാര്യം പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം തരൂർ പ്രതികരിച്ചത്. സൽമാൻ ഖുർഷിദ് അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ വിവരം അറിയിച്ചപ്പോഴാണ് പ്രതിനിധി സംഘത്തിൽ ശശി തരൂർ ഉൾപ്പെട്ടതായി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ അറിയുന്നത്. ഇത് സ്ഥിരീകരിക്കാൻ രാഹുൽ നേരിട്ട് തരൂരിനെ വിളിച്ചതായാണ് സൂചന. ജോൺ ബ്രിട്ടാസ്, ഇ ടി മുഹമ്മദ് ബഷീർ, കനിമൊഴി തുടങ്ങിയ നേതാക്കളെയും സർക്കാർ നേരിട്ടാണ് ക്ഷണിച്ചതെങ്കിലും ഇവർ ബന്ധപ്പെട്ട പാർട്ടിയുടെ സഭാ നേതാക്കന്മാരാണെന്ന വ്യത്യാസമുണ്ട്. ഇവരെല്ലാം പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷമാണ് റിജിജുവിനെ സമ്മതം അറിയിച്ചത്. സഭാ നേതാക്കൾ, പാർട്ടി അധ്യക്ഷർ എന്നിവരിൽ നിന്ന് പേരുകൾ വാങ്ങിയ ശേഷം പാർലമെന്ററി സംഘത്തെ നിശ്ചയിക്കുന്നതാണ് പൊതുവെയുള്ള കീഴ്വഴക്കം. എന്നാൽ ശശി തരൂർ അടക്കമുള്ളവരുടെ കാര്യത്തിൽ സർക്കാർ കീഴ്വഴക്കം തെറ്റിച്ചെന്നാണ് ആരോപണം. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണെന്ന നിലപാടിലാണ് തരൂർ. കിരൺ റിജിജു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആനന്ദ് ശർമ്മ, സയ്യിദ് നാസർ ഹുസൈൻ, ഗൗരവ് ഗൊഗോയ്, രാജ ബ്രാർ എന്നിവരുടെ പേരുകൾ കോൺഗ്രസ് നൽകിയിരുന്നു. ഇതിൽ ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. വിശാലമായ ദേശീയ താൽപര്യം പരിഗണിച്ചാണ് തിരഞ്ഞെടുത്തവർക്ക് അനുമതി നൽകിയതെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലിരുന്ന തരൂർ പലപ്പോഴും പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുവെന്ന പരാതി പാർട്ടി നേതൃത്വത്തിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം ശക്തമാക്കി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുമ്പോഴെല്ലാം മോദിയെ സ്തുതിക്കുന്ന പ്രസ്താവനകൾ തരൂർ നടത്തുന്നുവെന്നതാണ് നേതൃത്വത്തെ കുഴപ്പിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ സേനയെ പ്രകീർത്തിക്കുന്ന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം സർക്കാരിനെ പ്രശംസിക്കേണ്ടെന്ന നയമാണ് കൈക്കൊണ്ടത്. യോഗശേഷവും സർക്കാരിനെയും സേനയെയും ഒരുപോലെ പ്രശംസിക്കുന്ന നിലപാടാണ് തരൂർ എടുത്തത്. സർവകക്ഷി സംഘത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ നേതാവായി തരൂരിനെ തിരഞ്ഞെടുക്കാൻ മോദി സ്തുതിയാണ് കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം കോൺഗ്രസിനുള്ളിലെ ബി.ജെ.പി. സ്ലീപ്പിംഗ് സെല്ലിൽ ബർത്ത് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തരൂരെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. കോൺഗ്രസിനുള്ളിൽ ബി.ജെ.പി. സ്ലീപ്പിംഗ് സെല്ലുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ആശങ്ക നിസ്സാരമല്ല. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം പോലും പാർട്ടി നേട്ടത്തിനായി ബി.ജെ.പി. ഉപയോഗിക്കുകയാണെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടവും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് പേര് നിർദ്ദേശിക്കാതിരിക്കെ കേന്ദ്രം തരൂരിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുകയാണ്.